പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ഇനി വരാൻ പോകുന്ന ദീപാവലി നവരാത്രി ആശംസകൾ. വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോ മറ്റു ചില ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഓക്കെ, കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ ഒക്കെ റെഡി, പറഞ്ഞ റെഡി, പക്ഷെ ഇത് 4x സ്ക്വയർ ആയിരുന്നെങ്കിലോ അപ്പൊ എന്താവുമായിരുന്നു ചോദിച്ചിട്ടുണ്ട്. വഴിയൊക്കെ ഉണ്ട്. 4x സ്ക്വയർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതാ ഞാനൊരു 4x സ്ക്വയറുകൾ കൂടെ ഉണ്ടാക്കാൻ പോവാണ്. ഒന്ന്, രണ്ട്, ഓക്കെ, മൂന്ന്, നാലെണ്ണ അല്ലേ? ഇത് എക്സ് അല്ലേ? ഇത് എക്സ്, ഇതെല്ലാം എക്സ്, ഇവിടെ എക്സ്, ഇവിടെ എക്സ്, എക്സ് പ്ലസ് എക്സ് 2x 2x into 2x 4x സ്ക്വയർ. അപ്പൊ 4 ആണ്. ഇനി വേണ്ടത് 4x ആണ്. ഞാൻ ഇതിനെ മാറ്റിയത് 4x സ്ക്വയർ പ്ലസ് 4x ഈക്വൽ ടു 1 ഞാൻ അപ്പുറത്തേക്ക് മാറ്റി എഴുതിയുള്ള അർത്ഥത്തില് മൈനസ് 1. സത്യത്തിൽ ഒന്ന് കുറച്ചു എന്നാണ്, അതവിടെ കിടക്കും. അപ്പൊ ഇതിനെയാണ് എനിക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആക്കണ്ടേ, 4x സ്ക്വയർ പ്ലസ് 4x. അപ്പൊ എനിക്ക് 4x വേണം അല്ലേ? 4x ഉണ്ടാക്കാൻ നമുക്ക് ഓക്കെ. സത്യത്തിൽ ഇത് ഇങ്ങനെയായിരുന്നു, 1 ഇവിടെ 2 3 4. ഞാനൊരു കാര്യം ചെയ്യാൻ പോകും. ഇതാ ഇതിനെ ഇവിടെ വെച്ചു, ഇവിടെ വെച്ചു, ഓക്കെ അല്ലേ? യെസ്. ഒന്നുകൂടി ഇതാ ഇവിടേക്ക് വെച്ചു, ഇവിടേക്ക് വെച്ചു, 2 അല്ലേ? പിന്നീണ്ടല്ലോ ശരി, ഞാൻ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ ഒന്നിനെ ഇവിടേക്ക് വെച്ചു, ഇവിടേക്ക് വെച്ചു, ഓക്കെ. യെസ്. ഒന്നുകൂടി ഉണ്ട്. അതിനെ പഠിപ്പിച്ചു. റെഡി അല്ലേ? അപ്പൊ എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ 4x സ്ക്വയർ, ഓക്കെ. എക്സ് 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 4x അല്ലേ? ഇനി എനിക്കിത് എന്താക്കണം? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. ആക്കണമെങ്കിൽ ഇത് അവിടെ ഒരു കഷ്ണം ചേർത്താൽ മതി, നേരത്തെ പോലെ. ശരി, ഞാൻ ആ കഷ്ണം കൂടി ചേർക്കാൻ പോകും. ഇതാ കേട്ടാ? അപ്പൊ ഇത് നോക്കാം, 2x പ്ലസ് 1, ഇവിടെ അതേപോലെ തന്നെ 2x പ്ലസ് 1, ഇത് 1 1, അപ്പൊ 1 സ്ക്വയർ. അപ്പൊ നമ്മൾ 1 സ്ക്വയർ ആഡ് ചെയ്യുന്നതാണ്. 4x സ്ക്വയർ പ്ലസ് 4x ന്റെ ഒപ്പം 1 സ്ക്വയർ ആഡ് ചെയ്യണം. ശരി, ഞാൻ ആഡ് ചെയ്യുന്നു. 4x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു -1 പ്ലസ് 1 സ്ക്വയർ. രണ്ട് സൈഡിലും ആഡ് ചെയ്യുന്നു. സോ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ഇതിനെ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2x പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഈ ബാക്കിയുള്ളതോടെ എന്തോ ആയിക്കോട്ടെ, -1 പ്ലസ് 1 0 ഒക്കെ എന്തോ ആയിക്കോട്ടെ, അതെനിക്ക് വിഷയമല്ല അല്ലേ? ചിലപ്പോൾ നെഗറ്റീവ് അടക്കം വരും കേട്ടോ. ഇനി അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ പിന്നീട് വിശദീകരിക്കും, നെഗറ്റീവ് വരുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളതൊക്കെ. ഇപ്പൊ നമുക്ക് അത്രയൊന്നും വേണ്ട, ഉത്തരം കിട്ടുന്നത് ഒരിക്കലും മാത്രം മതി. നമുക്ക് ഇതിനും മാറ്റിയത്. ഇതിനെ ഇങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റിയത് എന്തുകൊണ്ടാന്ന് മനസ്സിലായോ? നേരത്തെ 1x സ്ക്വയർ ആയപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ചിലർ ഇങ്ങോട്ട് 2x സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടും, സംശയമില്ല. 3x സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടും, സംശയമില്ല. 4x സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഇനി ഇത് കഴിഞ്ഞാല് എത്ര x സ്ക്വയർ ആയാലും എനിക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റാം? യെസ്, 9x സ്ക്വയർ ആയാൽ. അത് കഴിഞ്ഞാൽ പിന്നെ എത്ര x സ്ക്വയർ ആയാലും എനിക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റാം? യെസ്, 16x സ്ക്വയർ ആയാൽ. അഥവാ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവണം അല്ലേ? അപ്പൊ മാത്രമാണ് എനിക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ചെയ്യാനേ പറ്റും.
മുറിച്ചൊക്കെ ഇങ്ങനെ വെക്കാം. പക്ഷെ അതെപ്പോ എത്രയൊന്നും പറയാൻ പറ്റില്ല, എത്ര സമയം എടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല, ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. അപ്പൊ സത്യത്തിൽ ഈ മേക്കിംഗ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്ന പൂർണ്ണവർഗമാക്കുക എന്ന് പറയുന്ന മെത്തേഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമാവുന്നത് രണ്ട് സന്ദർഭങ്ങളിലാണ്. ഒന്ന്, ഇവിടെ ഈ ഫസ്റ്റ് എക്സ് സ്ക്വയറിന്റെ ടേം എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകുമ്പോഴും അതുപോലെ തന്നെ എക്സിന്റെ ഗുണകം അഥവാ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആവുന്ന സന്ദർഭത്തിലുമാണ് മേക്കിംഗ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്ന മെത്തേഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂസ്ഫുൾ ആവുന്നത്, എളുപ്പമാകുന്നത്. അല്ലാത്ത സന്ദർഭത്തിൽ നമുക്ക് ഇക്വേഷനിലേക്ക് പോകുന്നതാണ് നല്ലത്. അത് മനസ്സിലാക്കി വെക്കുക അല്ലേ. അപ്പൊ നമുക്ക് ഇനി ആ ഇക്വേഷൻ എന്താ പറയാം. പത്ര നേരം നമ്മൾ മേക്കിംഗ് പെർഫെക്റ്റ് സ്ക്വയർ മാത്രം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഇക്വേഷൻ എന്താന്ന് പറയാം വേണ്ടേ? ശരി, നമുക്ക് ഇക്വേഷനിലേക്ക് പോവാം. ഓക്കെ, സോ ഞാൻ ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാണ്. ഇതൊക്കെ വന്നിട്ട് നമ്മുടെ ഈ സാധനങ്ങളെല്ലാം വന്നിട്ട് ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷനിലേക്ക് പോവാണ്. സോ എന്റെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്നുള്ള രൂപത്തിലായിരുന്നു എന്ന് വിചാരിക്കുക. സപ്പോസ് ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക? എന്റെ കൈവശമുള്ള ഒരു മെത്തേഡ് മേക്കിംഗ് പെർഫെക്റ്റ് സ്ക്വയർ തന്നെയാണ്, പൂർണ്ണവർഗമാക്കൽ തന്നെയാണ്. ആ സ്റ്റെപ്പുകളിലേക്ക് ഞാൻ പോവുകയാണ്. ഓക്കെ, സോ ax² പ്ലസ് bx സമം ഈ c അപ്പുറത്തേക്ക് മാറ്റി എഴുതുകയാണ് ഞാൻ. ആ കോൺസ്റ്റന്റ് സ്ഥിരസംഖ്യയെ മൈനസ്. സോ ഇവിടെ x² ആക്കി മാറ്റുക, അതിന്റെ കോഎഫിഷ്യന്റ് 1 ആക്കി മാറ്റലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എളുപ്പം. അല്ലെങ്കിൽ എനിക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് a1 ഡിവൈഡ് ചെയ്യണം. അപ്പൊ ചിലവർ എന്നോട് ചോദിച്ചു, സാർ ഇങ്ങനെ a ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ഇതിന്റെ ഉത്തരത്തിന് തന്നെ മാറില്ലേ? ഇതിപ്പോ ax² എന്നല്ലേ, ഇതിപ്പോ a ഡിവൈഡ് ചെയ്ത് മാറ്റി കഴിഞ്ഞാല് അങ്ങനെ വരില്ല. അത് ഇക്വേഷൻ ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഉദാഹരണത്തിന് ഇപ്പോ 2x പ്ലസ് 4 ഈക്വൽ ടു 10 എന്നൊരു ഇക്വേഷൻ നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. എന്താണ് ഇതിന്റെ എക്സിന്റെ വാല്യൂ വരിക? ഈ 4 അപ്പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ 10 മൈനസ് 4 6 ഡിവൈഡഡ് ബൈ 2 എത്രയാ? 3 3 റെഡി അല്ലേ? 3. ഓക്കെ, ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാൻ പോകും. സോ ദിസ് ഇക്വേഷൻ വിൽ ബിക്കം x plus 2 equal to എത്രയാ? 5. അപ്പൊ ഇവിടുന്ന് എനിക്ക് x ന്റെ വില 3 ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെ ഒന്ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഈ 2 അതായത് x ന്റെ കോഎഫിഷ്യന്റ് അതുകൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ x plus 2 equal to 5. So x is equal to 5 minus 2 and that is equal to 3. കണ്ടോ, മാറ്റം വരില്ല. അപ്പൊ ഇക്വേഷന്റെ രണ്ട് ഭാഗത്തും ഇതേപോലെ ഡിവൈഡ് ചെയ്താൽ കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ചെയ്യരുതല്ല. അപ്പൊ പണി പാടും. അപ്പൊ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഉത്തരത്തിന് മാറ്റം വരുന്നില്ല എന്നർത്ഥം. അതുപോലെ തന്നെയാണ് ഈ ഒരു ഇക്വേഷനില് x² ഗുണകമായിട്ടുള്ള കോഎഫിഷ്യന്റ് ആയിട്ടുള്ള a കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് മാറ്റി എഴുതിയാലും കിട്ടുന്ന x ന്റെ വാല്യൂവിന്റെ വ്യത്യാസം വരില്ല. അത് മനസ്സിലാക്കി വെക്കുക. സോ ഞാൻ ഇതൊന്നും ചെയ്യാൻ പോവാണ്. അപ്പൊ x² പ്ലസ് b divided by ax equal to minus c divided by a. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനൊപ്പം ആഡ് ചെയ്യണം. എന്താ ആഡ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ വർഗ്ഗം സ്ക്വയർ, എക്സിന്റെ ഗുണകത്തിന്റെ പകുതിയുടെ സ്ക്വയർ. നമ്മൾ എല്ലാ സന്ദർഭത്തിലും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലെ, പകുതിയുടെ സ്ക്വയർ. ഓക്കെ, സോ x² പ്ലസ് അല്ലെ b by 2ax equal to അല്ലെ മൈനസ് c by a. സോറി, ആഡ് ചെയ്യണ്ടേ അല്ലെ? ആഡ് ചെയ്യാൻ മാഷം മറന്നു. സോറി, ഇവിടെ b by a തന്നെയാണ്, അതിനൊന്നും മാറ്റില്ല. പ്ലസ് b by 2a ഹോൾ സ്ക്വയർ, ഇതിന്റെ സ്ക്വയറിൽ ആഡ് ചെയ്യണ്ടേ, ഈക്വൽ ടു മൈനസ് c by a പ്ലസ് b by 2a ഹോൾ സ്ക്വയർ. ആഡ് ചെയ്യും. അതായത് ഇവിടെ ആഡ് ചെയ്തു, ഇവിടെ ആഡ് ചെയ്യും. എന്താ ആഡ് ചെയ്തു? ദാ എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതി. അപ്പൊ b by a യുടെ പകുതി b by 2a.
അല്ലേ? b by 2a അതിന്റെ സ്ക്വയർ രണ്ട് സൈഡിലും ആഡ് ചെയ്യും. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പോവാണ്. സോ x സ്ക്വയർ പ്ലസ് b by a x പ്ലസ് b by 2a ഹോൾ സ്ക്വയർ അതൊക്കെ അങ്ങനെ തന്നെ കിടക്കട്ടെ ഈക്വൽ ടു ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം മൈനസ് c by a പ്ലസ് b സ്ക്വയർ ബൈ 4a സ്ക്വയർ 4a സ്ക്വയർ അതൊന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ 4a സ്ക്വയർ എന്ന് പറയുന്നത് ഞാൻ ജനറൽ ആയിട്ട് അതിന്റെ കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് വെച്ചാല് എന്ത് വരും? ഇവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സാധനത്തിനെ ഞാൻ ആദ്യം തന്നെ എഴുതും b സ്ക്വയർ മൈനസ് പിന്നെ 4a ഇവിടെ ഒരു a ഉള്ളൂ അപ്പൊ ഒരു 4a കൂടി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം 4ac ഇതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി ഇത്ര വേണ്ടു. അപ്പൊ b സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 4a സ്ക്വയർ അങ്ങനെ ഇതിനെ നമ്മൾ മാറ്റി എഴുതാൻ പോകും x പ്ലസ് b ബൈ 2a ദാ ഹോൾ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് ഇതിനെ സ്ക്വയർ ആക്കി എഴുതാം പൂർണ്ണവർഗമായിട്ട് എഴുതാം അല്ലേ? ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത് ഇവിടെ? ദാ b സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 4a സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അത് റൂട്ട് പ്ലസ് റൂട്ട് b സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a അതായത് 4a യുടെ a സ്ക്വയറിന്റെ റൂട്ട് 2a അതുമാവാം ഓർ മൈനസ് റൂട്ട് b സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ആവാം. കാരണം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഉത്തരം ഉണ്ടാവാം അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റൂട്ടിന്റെ വാല്യൂവും ഉണ്ടാവാം. നമ്മൾ 3 മൈനസ് 3 കണ്ടത് ഓർമ്മയുണ്ടല്ലോ അതുപോലെ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി എനിക്ക് പ്ലസ് ഓർ മൈനസ് റൂട്ട് b സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എഴുതിയാൽ മതി. അതാണ് ഈ പ്ലസ് ഓർ മൈനസ് എന്ന് കാണുന്നത്. എന്താണ്? പ്ലസും ആവാം മൈനസും ആവാം എന്നർത്ഥം. രണ്ട് ഉത്തരം ഉണ്ടാവാം എന്നർത്ഥം. വേറെ ഒന്നുമല്ല പ്ലസ് ഓർ മൈനസ്. ഇനി എനിക്ക് വേണ്ടത് എക്സിന്റെ വില കാണാനാണ്. അപ്പൊ എക്സിന്റെ വില എന്ന് പറയുന്നത് ഇത് സ്ക്വയർ ആണ് കേട്ടോ. ഇതിന്റെ എഴുതിയപ്പോ ഇതങ്ങനെ ഒരു സ്ക്വയറിന്റെ ആവശ്യമില്ല അതാണ് മാച്ചളയ. അപ്പോ എക്സ് പ്ലസ് ബി ബൈ എ ഈക്വൽ ടു ഇത് അല്ലെങ്കിൽ ഇത് അങ്ങനെ സ്ക്വയർ എഴുതാണെങ്കിൽ ഇതിന്റെ സ്ക്വയർ എഴുതണം റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ഹോൾ സ്ക്വയർ എഴുതണം. അതിനെ ഒറ്റ സ്റ്റെപ്പ് ഞാൻ കമ്മിയാക്കി എഴുതിയിട്ടാണ്. ഓക്കെ അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഇതുകൂടി അപ്പുറത്തേക്ക് മാറ്റണം. അപ്പൊ മൈനസ് ബി ബൈ 2a പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a ഇതിനെ ഒന്നും കൂടി കോമൺ ആക്കിയിട്ട് എഴുതുകയാണെങ്കിൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a കണ്ടോ? ഇത് കാണാതെ എങ്ങനെയാണ് പഠിച്ചു വെക്കുന്നു എന്നുള്ള അർത്ഥം ഈ ഒരു ഇക്വേഷൻ എന്ത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a എക്സിന്റെ വില കാണാം. അപ്പോ ദാ ഈ കോഎഫിഷ്യന്റിന്റെ നെഗറ്റീവ് അതാണ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബി എന്താണ്? 4 സംഖ്യയാണ് കോൺസ്റ്റന്റ് ആണ്. a എന്താണ്? c എന്താണ്? ഹോൾ ഡിവൈഡഡ് ബൈ 2a ഈ ഇക്വേഷനിലേക്കാണ് ചേർത്ത് കൊടുത്താൽ എക്സിന് രണ്ട് വാല്യൂ ചിലപ്പോൾ രണ്ടു വരെ ഉത്തരമായിരിക്കാം അങ്ങനെ സാധ്യതയുണ്ട് അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത വാല്യൂകൾ നമുക്ക് ലഭിക്കും എന്നർത്ഥം. Is it okay? Is it clear? അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാം അഥവാ അതിന്റെ പരിഹാരം കാണാം. പക്ഷെ ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള സന്ദർഭം നമ്മുടെ മനസ്സിലൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ല. ഇതൊന്നും നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളല്ല കേട്ടോ. ഇതൊക്കെ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി എന്തൊക്കെ മാറ്റാൻ പോവാണ് ഈ സാധനങ്ങളെല്ലാം നമ്മൾ എടുക്കാൻ പോവാണ്. എനിക്ക് നിങ്ങളോട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ചോദ്യമാണ് എനിക്ക് നിങ്ങളോട് വിശദീകരിക്കാനുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു ചോദ്യം ഒന്ന് വിശദീകരിക്കാനുണ്ട്. അതുകൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഇവിടെ വെച്ചിട്ട് നിർത്താവുന്നതേ ഉള്ളൂ. ഓക്കെ. സോ അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം. ഇനി മാഷ്ക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യം ഉള്ളതാണ്. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് അഥവാ അതിന്റെ പരിഹാരം കാണുന്ന സമയത്ത് ഒരു ചതുരത്തിന്റെ കണക്കാണ്, റെക്ടാങ്കിളിന്റെ പ്രോബ്ലം. അപ്പോ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ തന്നിട്ടുണ്ട് എത്ര എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്നിട്ട് അത് വെച്ചുകൊണ്ട് ആ കുട്ടി പ്രോബ്ലം ചെയ്യണം. അങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യാം? പെരിമീറ്റർ നമുക്ക് അറിയുമെങ്കിൽ അതിന്റെ പകുതി എടുക്കും അല്ലെ? അതിന്റെ പകുതി എടുക്കും.
ഒരു സൈഡ് എക്സ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത സൈഡ് ആ പെരിമീറ്ററിന്റെ പകുതിയിൽ നിന്ന് എക്സ് കുറച്ചു. അപ്പൊ എക്സ് ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ ആ വാല്യൂ ഈക്വൽ ടു ഏരിയ എത്രയാണ് തന്നിരിക്കുന്നത് വെച്ചാൽ അത് അതിൽ നിന്നൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യും. എന്നിട്ട് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ ഈ പ്രോബ്ലത്തിന് കുട്ടി 42 എന്ന് പറയുന്ന പെരിമീറ്റർ എടുക്കേണ്ടതിന് പകരം 42 എന്ന് പറയുന്ന പെരിമീറ്റർ എടുക്കേണ്ടതിന് പകരം കുട്ടി അത് തെറ്റി 24 എന്ന് എഴുതി. എന്നിട്ട് ആ കണക്ക് അവിടെ ചെയ്തു. പെരിമീറ്റർ 42, ചുറ്റളവ് 42 എന്ന് എടുക്കേണ്ടതിന് പകരം തെറ്റായി പെരിമീറ്റർ 24 എന്ന് എടുക്കുകയും ആ കണക്ക് പ്രോബ്ലം ചെയ്യുകയും ചെയ്തു. എന്നിട്ടൊരു ഉത്തരം കിട്ടി ആ കുട്ടിക്ക്. എക്സിന് ഒരു വാല്യൂ ഒക്കെ കിട്ടി, അതായത് നീളം കിട്ടി. എത്ര കിട്ടി? 10 കിട്ടി. പക്ഷെ കുട്ടി എടുത്തിരിക്കുന്നത് ഏരിയ മാറിയിട്ടില്ല. ഏരിയ അത് തന്നെയാണ് കുട്ടി എഴുതിയിരിക്കുന്നത്. ഏരിയ അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതായത് എക്സ് ഇൻറ്റു എന്തോ ഒരു സംഖ്യ മൈനസ് എക്സ് ഈക്വൽ ടു ഒരു ഏരിയ. ഏരിയ എത്ര എന്നുള്ളത് അറിയില്ല, അത് മാറ്റമൊന്നുമില്ല. ഇതിന് തെറ്റു വന്നിട്ടില്ല, ഇതൊന്നും തെറ്റു വന്നിട്ടില്ല. ഈ ഒരു സാധനം മാത്രമാണ് തെറ്റിയത്. അത് സത്യത്തില് 42ന്റെ പകുതി 21 മൈനസ് എക്സ് എടുക്കേണ്ടതിന് പകരം കുട്ടി 24ന്റെ പകുതി 12 മൈനസ് എക്സ് എഴുതി എന്നർത്ഥം. ദാ ഇങ്ങനെ എഴുതി 12 മൈനസ് എക്സ് എഴുതി. കാരണം മനസ്സിലായിട്ടുണ്ടല്ലോ. ഒരു റെക്ടാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 സൈഡുകളാണ്. അത് 4 കൂടി കൂട്ടുമ്പോഴാണ് പെരിമീറ്റർ 42 ആവുന്നത്. അതിന് പകരം അവിടെ 24 എന്ന് എഴുതിയിട്ട് കണക്ക് ചെയ്തു എന്നർത്ഥം. അപ്പോഴാണ് ഒരു ഉത്തരം എക്സിന് കിട്ടിയത്. എക്സിന് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, എക്സിന് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് 10. ഓക്കെ, എക്സിന് കിട്ടിയ ഉത്തരം 10 ആണെങ്കിൽ ആ കുട്ടിയുടെ റെക്ടാങ്കിളിന്റെ രണ്ടാമത്തെ സൈഡ്, ഒരു സൈഡ് 10 ആണെങ്കിൽ ഈ സൈഡ് എത്രയാവണം? 2 ആവണല്ലോ. എന്നാലല്ലേ 10 2 12 അതിന്റെ ഇരട്ടി 24 എന്ന് ശരിയാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാവണം? 10 × 2 20 ആവണം അല്ലേ? അപ്പൊ കുട്ടി ഇങ്ങനെയാണ് കണക്ക് ചെയ്യുന്നത്. എക്സ് ഇൻറ്റു 12 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 20 എടുത്തിട്ടാണ് കുട്ടി കണക്ക് ചെയ്തത് എന്നർത്ഥം. പക്ഷെ സത്യത്തിൽ ആ കുട്ടി അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. ആ കുട്ടി സത്യത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എക്സ് ഇൻറ്റു ഇതായിരുന്നു പെരിമീറ്റർ 42 എടുക്കേണ്ടത്. 42ന്റെ പകുതി എന്ന് പറയുന്നത് 21 മൈനസ് എക്സ് സമം 20 എന്നെടുത്തിട്ടായിരുന്നു ആ കുട്ടി കണക്ക് ചെയ്യേണ്ടിയിരുന്നത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ. ഒരു റെക്ടാങ്കിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു സൈഡ് 5, ഒരു സൈഡ് 4. വാട്ട് ഈസ് ദ ഏരിയ ഹിയർ? 5 × 4 20. മറ്റൊരു റെക്ടാങ്കിൾ, അതിന്റെ ഒരു സൈഡ് 10, ഒരു സൈഡ് 2. വാട്ട് ഈസ് ദ ഏരിയ ഹിയർ? 10 × 2 20. മറ്റൊരു റെക്ടാങ്കിളിന്റെ ഒരു സൈഡ് 20, ഒരു സൈഡ് 1. What is the area here? Again it is 20 20. നോക്കിക്കേ, അപ്പോ സൈഡുകൾ മാറാം, പക്ഷെ ഏരിയ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാം. പെരിമീറ്റർ മാറാം, ഏരിയ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാം അല്ലേ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുട്ടി ചെയ്തപ്പോ ഏരിയ മാറിയിട്ടൊന്നുമില്ല. കുട്ടിക്ക് കിട്ടിയ ഉത്തരത്തിന് മാറി, സൈഡുകൾ മാറി, പെരിമീറ്റർ മാറി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കുക. എക്സ് ഇൻറ്റു 12 മൈനസ് എക്സ് സമം 20. ഒരു സംഖ്യ ഇൻറ്റു 12 ആ സംഖ്യ കുറച്ചത് സമം 20. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ 10 ആണ് ഇവിടെ ഉത്തരം കിട്ടിയെന്ന് വെച്ചാൽ 12 മൈനസ് 10. അപ്പൊ 10 × 2 സമം 20. ശരിയല്ലേ? യെസ്. അപ്പൊ ഇതിന്റെ അർത്ഥം 10 × 2 സമം 20 എന്നാണ്. അതുകൊണ്ടാണ് അവന് എക്സ് 10 കിട്ടിയത്. ഇനി ഇതിന്റെ അർത്ഥം എക്സ് ഇൻറ്റു 21 മൈനസ് എക്സ് സമം 20. സത്യത്തിൽ ഇത് 20 ഇൻറ്റു
അല്ലെ? എത്രയാണ്? 20 × 1 ആയി കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ മാത്രമേ എന്താവുന്നുള്ളൂ 20 ഇങ്ങനെ എഴുതുമ്പോ വരുന്നുള്ളൂ. അപ്പോ യഥാർത്ഥത്തിൽ അവരെ കിട്ടേണ്ടിയിരുന്ന ഉത്തരം എന്തായിരുന്നു? 20ഉം 1ഉമായിരുന്നു. അതിനു പകരം അവർ ആ ചോദ്യം തെറ്റി എഴുതിയത് കൊണ്ട് എന്താ ഉത്തരം കിട്ടിയത്? 10ഉം 2ഉമാണ് കിട്ടിയത്. ഇനി ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് വിശദീകരിച്ചിട്ടൊക്കെ ചെയ്യാട്ടോ. അതായത് ഇവിടെ 12 കൊണ്ട് എക്സിനെ കുറിച്ച് 12 എക്സിനെ -x² 20 വേണ്ട, ഇത് മാത്രം മതി. ഇതൊന്നും നമുക്ക് കൺസിഡർ ചെയ്യണ്ട. ഈ ഒറ്റ കാര്യം മാത്രം എടുത്തുകൊണ്ട് x × 21 അതായത് 21x -x² = 20 എന്നൊക്കെ എഴുതി. ഇനി ഇതിനെയൊക്കെ അപ്പുറത്തേക്ക് മാറ്റി. അപ്പൊ x² അല്ലെ, പിന്നെ -21x + 20 = 0 എന്നൊക്കെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഒക്കെ ആക്കി എഴുതി അതിൽ നിന്ന് x ന്റെ വില കാണുകയൊക്കെ ചെയ്യാം. ഒന്നും വേണ്ടല്ലോ, ഇത്ര പോലെ. 20 × 1 ആണ് 20 എന്നാവുക. ഈ ഒരു ഇക്വേഷനിലെ x ന്റെ വില 20 എന്നായാലേ ഇത് ശരിയാവുള്ളൂ എന്നൊന്ന് ആലോചിച്ചാൽ പോരെ. അപ്പോ യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ ചതുരത്തിന്റെ നീളവും വീതിയും കിട്ടേണ്ടിയിരുന്നത് 20 എന്നാണ്. പക്ഷെ കുട്ടി തെറ്റി എഴുതിയത് കൊണ്ട് 10ഉം 2ഉമാണ് കിട്ടിയത്. അങ്ങനെ ഒരു സാധ്യത ചതുരത്തിന്റെ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് ഒന്ന് ആലോചിക്കുക. എന്ത്? പെരിമീറ്റർ മാറാം, ഏരിയ സെയിം ആയിട്ട് നിൽക്കാം. ക്ലിയർ ആണല്ലോ ഈ ചോദ്യം? യെസ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ഈ അധ്യായം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വീണ്ടും മറ്റൊരു അധ്യായവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ മാഷ് എത്തുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.